വാതരോഗമാണെന്ന് തോന്നുന്നു. നടക്കുന്നുണ്ടില്ലേ? അതയാള് സ്ലോ മോഷനിൽ നടക്കുന്നത്. അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു സൈഡിലൊരു ചെറിയൊരു ഇളക്കം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം, യൂട്യൂബിലും ഫേസ്ബുക്കിലും. എടാ അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? ഏതാണ്? എടാ ഈ മംഗളത്തിലും മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ. ഞാനങ്ങനെ അയക്കാറില്ല. പറയണൊക്കെ ഭാഗത്തിരിട്ടാവണോണ്ടാണ് ഞാനങ്ങനെ അയച്ചു കൊടുക്കാറില്ല. ക്ലാസ് ആയിപ്പോയി കുറച്ച്. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചാട്ടല്ലോ. ഈ കടലിനെയും കടലിന്റെ മക്കളെയും വിറ്റു ജീവിതം തുടങ്ങിയ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ, ഒരു കൊച്ചുവാൻ, ഒലീവിയ ഡിസൈൻസിലെ സിബിമോൻ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ. വൈകിയാണെങ്കിലും നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ. പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. ചോദിച്ചോ. ഈ കൂട്ടിക്കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? നിങ്ങൾ മാമയാണെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? ആഴക്കടലിൽ പോയിട്ടുള്ള വ്ളോഗുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇടാറുള്ളത്. ആഴക്കടലിൽ പോകും, എന്തോ എങ്ങനെ ആഴക്കടലിൽ പോകും. പിന്നെ ആഴക്കടലിൽ പോയിട്ടുള്ള വ്ളോഗുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇടാറുള്ളത്. ആഴക്കടലിൽ പോകും. നീ ശരിക്കും കടൽ കണ്ടിട്ടുണ്ടാ? കടലിലെ ഉപ്പുമ്പളം അറിയാവാ നിനക്ക്? ഐലാൻഡ് ആളെ അല്ലാതെ ശരിക്കുള്ള മീന് നീ കണ്ടിട്ടുണ്ടാ? മുണ്ടാട്ടം മുട്ടിപ്പോയാ. ആദ്യത്തെ കല്ല് ഈ സീസണിൽ, ആദ്യത്തെ കല്ല്. ദൈവമേ ഭഗവാനെ, ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റ ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വലയിട്ടിട്ടുണ്ട്. വലയിട്ടപ്പോഴത്തേക്ക് നല്ല കടലൊക്കെ ഉണ്ടായിരുന്നേ. നോക്കിയേ, തിരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരയൊന്നും നോക്കാതെ പോയി വലയിട്ടിട്ടുണ്ട്. നന്ദുവാണ് ക്യാമറ എടുത്തത്. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ല എന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം, കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം, കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമിറക്കണം. പിന്നെ എന്റേതായിട്ടുള്ള പ്രൊഫഷണലി ഉള്ള എന്തെങ്കിലും കണ്ടന്റുകളും. നമ്മുടെ കേരളത്തിലും അങ്ങനെ തുണികൾ തൂക്കി വിൽക്കുന്ന പരിപാടി വന്നിരിക്കുകയാണ്. വെറും 600 രൂപ തൊട്ട് 900 രൂപയ്ക്ക് വരെ 1 കിലോ തുണി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലോട്ട് ഖാലിയാക്കൽ. അപ്പൊ നമ്മൾ സാധാരണക്കാർക്കൊക്കെ കൊക്കിനൊതുങ്ങുന്ന വിലക്ക് തുണിയും മേടിക്കാം. അത് മാത്രമല്ല, ഇവിടെ ഷർട്ടൊക്കെ ഹോൾസെയിൽ വിലക്കുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് കയറി നോക്കിയാലോ? നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. ആശാ ശരത് ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം. നേരെ നമുക്കൊന്ന് കല്യാണത്തിന് പോയിട്ട് വന്നാലോ? നീ എന്തിനാ അവനെ കല്യാണം വിളിച്ചേ? ആര് വിളിച്ചടാ? ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് FB ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഇവനെ പ്രത്യേകം കോൺടാക്ട് ചെയ്തതാ. വിളിക്കാത്ത കല്യാണത്തിന് ഒരാഴ്ച പോയിരുന്നു ആര് വിചാരിച്ചു? ഉളുപ്പ് പണ്ടേ ഇല്ല. എന്താ അവന്റെ ഉദ്ദേശം? അവനോട് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അന്ന് നല്ല പ്രതികരണങ്ങളൊക്കെ കിട്ടി. നാട്ടിൽ നിന്ന് നല്ല കുഴപ്പമില്ലാത്ത സപ്പോർട്ട് നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. ഇത് നമ്മളോട് വേണ്ട, ഈ നമ്പർ ഒന്നും നമ്മളെടുത്തെടുക്കണ്ട. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് എന്നല്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കണം. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 3 ആളുണ്ടാവും. അവൻ അന്ന് ഇന്നും കാമദേവൻ തന്നെ, ഒരു മാറ്റമില്ല. രാവിലെ കടലിൽ പോവും, വൈകിട്ട് തിരിച്ചു വരും. നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സത്യം പറടാ, ഏതെങ്കിലും പെമ്പിള്ളാരുടെ കയ്യിൽ നിന്ന് തലയുടെ മർമ്മത്തിനിട്ട് വല്ല തട്ടും കിട്ടിയോ? രാവിലെ കടലിൽ പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. കടലിൽ 1000 ഡോൾഫിൻസ് ഒരുമിച്ച് വരണ ഒരു സീനുണ്ട്. എണ്ണാനൊന്നും പറ്റില്ല, എന്നാൽ പോലും അതിന് മുകളിലുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഞാൻ ഈ സാധനം ഫ്രെയിം അങ്ങോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയും ഈ മീനുകള് ഞാൻ വല്ല നമ്മൾ പറയില്ല ആക്ഷനൊക്കെ ഡയറക്ടർമാര് പറയണ പോലെ ഇവന്മാര് ചാടി ചാടി ഇങ്ങനെ വരാണ്.
അടിപൊളി കമൻറ്റുകൾ കിട്ടി. ആദ്യമായിട്ടാണ് പലരും മിങ്ക് ഡോൾഫിനൊക്കെ ചാടുന്നതാണ്. നമ്മുടെ വീഡിയോസ് കണ്ടാൽ അറിയും. എനിക്ക് അവനൊന്ന് കാണണം സ്ട്രൈറ്റ് ആയിട്ട്, ഇല്ല ദൈവം പോലും പൊറുക്കില്ല. അങ്ങനെ ഡോൾഫിൻ ചാടുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ സമയത്ത് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ? ഇല്ല, നമ്മൾ ഡെയിലി കാണണല്ലേ ഇത്. കടലിൽ പോണവന് പേടിയാ? പേടിയുണ്ടെന്നല്ല, ഉപ്പളത്തിൽ ഇറങ്ങിയ എനിക്ക് ഊട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന അഴീക്കൽ ബീച്ചാണെങ്കിലും ഫോറിനേഴ്സ് പറയുന്നത് ഡോൾഫിൻ ബീച്ച് എന്നാണ്. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന അഴീക്കൽ ബീച്ചാണെങ്കിലും ഫോറിനേഴ്സ് പറയുന്നത് ഡോൾഫിൻ ബീച്ച് എന്നാണ്. പണ്ഡിതനാ കുഞ്ഞനെ. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യത്തെ പറ്റി എന്തൊരു അറിവാന്നറിയോ? അവന്റെ വിവരം മുറിച്ചു കളയേണ്ട സമയമായി. ഈ കടൽ മച്ചാനെന്ന് പറഞ്ഞ ചാനലേ, ഇതിനെ ഒരിക്കലും ഞാനൊരു ബിസിനസ്സായിട്ട് ഇതുവരെ ഈ ഒരു ഇന്റർവ്യൂ എടുക്കണത് വരെ കണ്ടിട്ടില്ല. എല്ലാ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ആൻഡ്രോയിഡ് ഐഫോൺ ഫോണുകളാണ്. ഇതെല്ലാം 3000 രൂപയാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കോ? ഫ്ലവർ വൈസുകളാണ്. ഇവിടെ ഫ്ലവർ വൈസ് ഒക്കെ 60 രൂപ അങ്ങോട്ടാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെടിച്ചട്ടിയൊക്കെ എത്ര രൂപ? 9 രൂപ മുതലുണ്ട്. 9 രൂപ മുതലുണ്ട്. അപ്പൊ ചെടിച്ചട്ടിയൊക്കെ 9 രൂപ മുതലാണ്. നമ്മുടെ പിള്ളേരെല്ലാം റെഡിയാണ്. എന്തൊരു കുരുട്ട് ബുദ്ധിയാണ് നിന്റെ. പടമല്ലേ, മമ്മൂക്കയുടെ കൂടെ നമ്മൾ പോയതല്ലേ. ഒന്നുമില്ലല്ലോ അതിന്റെ ഒരു ജൂനിയർ ആക്ടർ എന്നൊക്കെ വേണേ പറയാം. ആർട്ടിസ്റ്റ് എന്നൊന്നും പറയണ്ട, ആക്ടർ എന്ന് തന്നെ പറയാം. ഞാൻ ചിരിക്കണോ കരയണോ? ജൂനിയർ ആക്ടർ എന്നൊക്കെ വേണേ പറയാം. ആർട്ടിസ്റ്റ് എന്നൊന്നും പറയണ്ട, ആക്ടർ എന്ന് തന്നെ പറയാം. മാലിക്കില് ട്രെയിലറിൽ വരണ്ട്. ഞാൻ ട്രെയിലറിലുണ്ട് 41ാമത്തെ സെക്കൻഡിൽ. അപ്പൊ നമ്മള് ഒരു സന്തോഷം. ട്രെയിലറിൽ നമ്മുടെ ഒരു തല ഇങ്ങനെ വെട്ടിപ്പോയി കാണുക പറഞ്ഞത് ഭയങ്കര സന്തോഷം. സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ. എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി സിനിമ സീരിയൽ അഭിനയം എങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മുഖത്താസിട്ടൊഴിക്കുന്നത്. തക്ക സമയത്ത് ആ ഭാസ്കരൻ സീഡി എന്നാ നന്നായി. ഇല്ലെങ്കിൽ ഞാനൊരു ഗതിയായേനെ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി നാളത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ എന്തിനാടാ ഇല്ലാതെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് അഭിനയ മോഹമുണ്ട് മനസ്സിൽ. അതറിയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം.